ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിത് അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് പുറത്തുനിന്ന് വാങ്ങുന്ന സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 1 കിലോ ചിക്കൻ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വാർത്തെടുത്തിട്ട് വേണം ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാൻ. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനിയിപ്പോൾ എരിവ് തീരെ കുറവുള്ളതാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കസൂരി മേത്തി ഇതുപോലെ കയ്യിൽ നിന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടിട്ട് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുനാരങ്ങയുടെ കുരു അതിൽ പെടാതെ വേണം കേട്ടോ, അതിൻ്റെ ഒരു നീര് മാത്രമായിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി വെക്കാം. ഇനിയിപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വലിയൊരു സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇതുപോലെ ഒരു വലിയ സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്ന ചെറിയ ഉള്ളിയാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കുക. അതിൻ്റെ കൂടെ ഒരു 7-8 അല്ലിയോളം വെളുത്തുള്ളി, വലിയൊരു സൈസിലുള്ള ഇഞ്ചി, 5 പച്ചമുളക്, പിന്നെ ഒരു കൈപ്പിടി നിറയെ പുതിനായില എടുക്കുമ്പോൾ ഇതുപോലെ ലീഫ് മാത്രം എടുത്താൽ മതി, തണ്ട് ഒഴിവാക്കാം. അത് സെയിം അളവിൽ തന്നെ ഒരു പിടിയോളം മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അതിലേക്ക് വേണ്ടത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ട് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഐറ്റംസൊക്കെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഞാനിപ്പോൾ ഫ്രഷ് ക്രീം കയ്യിലില്ലാത്തതുകൊണ്ട് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കട്ടായിട്ടുള്ള പാൽ തന്നെയാണ്. അപ്പോൾ കുറച്ച് ടൈം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമല്ലോ, അപ്പോഴേക്കും അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിക്കോളും. ഇനി നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തതിന് ശേഷം ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം അരച്ചെടുത്തല്ലോ ഉള്ളിൻ്റെ മല്ലിയിലും പുതിനയിലൊക്കെ, അതിൻ്റെ കൂടെ തന്നെ കാഷ്യൂനട്ട് ഇട്ടെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ മറന്നു പോയതാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുകൂടെ ആ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും പുളി എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പോളം തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കട്ട തൈരാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, അധികം പുളി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് അത്യാവശ്യം പുളിയുള്ള തൈരായതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ തൈരിന് പുളിക്കനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്കൊരു 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് മസാല ഒക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവുക. അതിന് ശേഷം വേണം നമുക്ക് ചിക്കന് ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ തൈരൊക്കെ ഒന്ന് കൂട്ടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് എടുത്ത് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ആ ഒരു പാനിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് നെയ്യാണ്. നെയ്യോ സൺഫ്ലവർ ഓയിലോ എടുക്കുക, വെളിച്ചെണ്ണ എടുക്കാതിരിക്കട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പീസ് ചിക്കന് അതിൽ എക്സസ് ആയിട്ട് ഉള്ള ആ മസാല കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ. ആണല്ലോ, എല്ലാ പീസും നമുക്ക് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം.
അതുകൊണ്ടല്ലോ ഇതാ മസാല ഇവിടെ ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ. ഇത് മാറ്റി വെക്കാം, നമുക്കിത് ആവശ്യമുണ്ട്. അപ്പോൾ മാക്സിമം മസാല ഒഴിവാക്കിയിട്ട് ചിക്കൻ മാത്രമായിട്ട് തന്നെ പാനിലേക്ക് വെച്ച് കൊടുത്ത് ഫ്രൈ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ആ മസാലയൊക്കെ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി. കളറ് പതുക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മറിച്ചിട്ട് കൊടുത്ത് കുറച്ച് ടൈം 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഒരു 3/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ ഇതിവിടെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം കൂടി പോകരുത്, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും ഇത് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവുക. വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇതാ 2-3 മിനിറ്റൊക്കെ വെച്ചപ്പോഴേക്കും കണ്ടല്ലോ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാഷ്യൂനട്ടൊക്കെ അരിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ അതിന് വരിക. ഒരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും ഇതിങ്ങനെ റെഡിയായി വരുമ്പോൾ. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടച്ച് വെച്ച് കൊടുത്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ചിക്കനും 100% വെന്തിട്ടുണ്ടാവും കേട്ടോ. കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെയും റൊട്ടിയുടെയും പൊറാട്ടയുടെയും കൂടെ എല്ലാ റെസിപ്പിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.